ഇലക്ട്രിക്കുകളിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ണുമടച്ചു പറയും ടാറ്റ ആണെന്ന്, അല്ലേ? ടാറ്റ മോട്ടോഴ്സിന്റെ TPEM അതായത് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന അവരുടെ തന്നെ സ്ഥാപനമായ ആദ്യത്തെ അഡ്വാൻസ്ഡ് പ്യുവർ EV ആർക്കിടെക്ചർ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ മോഡലായ ടാറ്റ പഞ്ച് EV വന്ന കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക് മൊബിലിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ ശൈലേഷ് ചന്ദ്രയുമായുള്ള സംഭാഷണത്തിൽ Active.EV പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി 4 EVകൾ കൂടി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. 2025 അവസാനത്തോടെ ഇവയെല്ലാം ലോഞ്ച് ചെയ്യും. നിലവിൽ ഇന്ത്യ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഒന്നിലധികം മോഡലുകളുമായി ഷൈൻ ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ്. അതിനാൽ തന്നെ അടുത്തതായി ഏതാണ് ടാറ്റയിൽ നിന്ന് വരാൻ പോകുന്നത്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തേതാണ് ടാറ്റ ഹാരിയർ EV. ഒരു പക്ഷേ 2024 ടാറ്റയിൽ നിന്നുള്ള ഏറ്റവും വലിയ പുതിയ ഇലക്ട്രിക് SUV ഹാരിയർ മിഡ് സൈസ് SUVയുടെ ഓൾ ഇലക്ട്രിക് പതിപ്പായിരിക്കും. വിൽപ്പനയിൽ വരുമ്പോൾ ഇതൊരു മുൻനിര ടാറ്റ EV ആയി മാറും. എന്നാൽ ഹാരിയർ EVയെ കുറിച്ചുള്ള ഏറ്റവും പ്രതീക്ഷകളിൽ ഒന്നാണ് അതിന്റെ ഓൾ വീൽ ഡ്രൈവ് പതിപ്പുമായി എത്തും എന്നത്. 2023 ഓട്ടോ എക്സ്പോയിൽ കോൺസെപ്റ്റ് രൂപത്തിൽ ടാറ്റ അവതരിപ്പിച്ചിരുന്നു. പുതിയ Active.EV പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ ഓഫറുകളിൽ ഒന്നാകും ഇത്. ഏകദേശം 25 ലക്ഷം പ്രാരംഭ ഷോറൂം വിലയ്ക്ക് വാഹനം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അടുത്തതാണ് സിയറ EV. ഇതും 2023 ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഒരു ഐക്കണിക് ഇലക്ട്രിക് മോഡലാണ്. പണ്ടുകാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു കാർ മോഡലായിട്ടാണ് സിയറ എത്തിയത്. ഒറിജിനൽ സിയറയുടെ പല ഐക്കണിക് സ്റ്റൈലിംഗ് ഘടകങ്ങൾ ഇതിൽ അവതരിപ്പിക്കുകയും അത് ആധുനിക ടച്ച് ആൻഡ് ഫിനിഷുമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കർവ് EV പോലുള്ള മോഡലുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ബദലായിരിക്കും സിയറ EV. 25 ലക്ഷം രൂപയിൽ ഷോറൂം വില വന്നേക്കാം. 2025 പ്രതീക്ഷിക്കാം. അടുത്തതാണ് ടാറ്റ അൾട്രോസ് EV. വരാനിരിക്കുന്ന ടാറ്റ EVകളിലെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നതും അൾട്രോസ് EV ആയിരിക്കും. ക്ലോസ് ടു പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഷോക്കേസിനും വിവിധ ടെസ്റ്റ് മോഡലുകൾ കണ്ടെത്തിയതിനു ശേഷം 2021 വാഹനം ലോഞ്ച് ചെയ്യുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു. ഇലക്ട്രിക് പ്രീമിയം ഹാച്ച്ബാക്ക് ടാറ്റയുടെ പുതിയ EV പ്ലാനിന്റെ ഭാഗമല്ലെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ Active.EV പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള അൾട്രോസ് EV അടുത്ത വർഷം വരുമെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നു. ഇത് അൾട്രോസ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അഥവാ ICE മോഡലിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. നോർമൽ മോഡലിന് 2024 എപ്പോഴെങ്കിലും ഒരു പുതിയ ഡിസൈനും ധാരാളം ഫീച്ചർ അപ്ഡേറ്റുകളും യൂസ് ചെയ്ത് ഒന്ന് മുഖം മിനുക്കും എന്നും കൂടി കരുതുന്നു. ഏവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.